വീണ്ടും ഒരാഴ്ച ദി എൻഡായി. കൂടെ എന്റെ പനി ചുമയൊക്കെ കറക്റ്റം പതുക്കെ താഴ്ത്തി തുടങ്ങിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇത് യുവർ ആർജെ പൂജ ഓൺ ക്ലബ് FM. ഇപ്പോ നമുക്ക് കർട്ടൻ ഉയർത്തേണ്ടത് കഴിഞ്ഞ ആഴ്ചയിലെ വാർത്തകളുടെയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് വീക്സ് ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ വിത്ത് ഹെഡ്ലൈൻസ്. IPL ഒത്തുകളി കേസിൽ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ രാഹുൽ ദ്രാവിഡിനെ പ്രോസിക്യൂഷൻ സാക്ഷിയാക്കുമെന്ന് സൂചന. ആകാശദീപങ്ങൾ സാക്ഷി, ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി. ബാംഗ്ലൂരിലെ വീടിന്റെ അടുക്കളയിലെ കരടിയുടെ കടന്നാക്രമണം, 2 പേർക്ക് പരിക്ക്. പൈലറ്റുമാർക്കൊപ്പം വിമാനത്തിന്റെ കോക്പിറ്റിലിരുന്ന് നടി നിത്യ മേനോൻ യാത്ര ചെയ്ത സംഭവത്തിൽ പൈലറ്റുമാർക്ക് സസ്പെൻഷൻ. അത് തന്നെ, പൂച്ച ചത്തതിൽ മനം നൊന്ത് ഹൈദരാബാദിൽ യുവതി ആത്മഹത്യ ചെയ്തു. UPയിലെ ബല്ലിയ ജില്ലാ ആശുപത്രിയിൽ അത്യാഹിത വാർഡിൽ പ്രവേശിപ്പിച്ച 7 മാസം പ്രായമുള്ള കുഞ്ഞിനെ ചികിത്സിച്ചത് ഒരു ഓട്ടോറിക്ഷക്കാരൻ. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ, അല്ലെ? ബാക്കി വിശേഷങ്ങൾ പാട്ടുകൾക്ക് പിറകു പേസലാം. സ്റ്റേ ട്യൂൺ ടു ക്ലബ് FM. ടൺ കണക്കിന് ഫൺ. It happens only in India. സച്ചിൻ ടെണ്ടുൽക്കറെ ഇന്ത്യൻ എയർഫോഴ്സ് അംബാസിഡർ പദവിയിൽ നിന്ന് ഒഴിവാക്കി. യുവാക്കളെ എയർഫോഴ്സിലോട്ട് ആകർഷിക്കാനേ സച്ചിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടാണ് എയർഫോഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ പദവിയിൽ നിന്ന് സച്ചിനെ ഒഴിവാക്കിയത്. ഈ സംഭവത്തെ കുറിച്ച് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർക്ക് ഒന്നും പറയാനില്ലേ? പക്ഷേ പ്രിയപ്പെട്ടവരെ, ഞാൻ തുറന്നു പറയാം, എനിക്ക് എന്തോ ഒരു ധൈര്യം ചോർന്നു പോയി. ആന്റണി സാർ അതും പറഞ്ഞ് എസ്കേപ്പ് ആയി. കോയി ബാത് നെയ്. നമുക്ക് ക്രിക്കറ്റിനോട് സ്നേഹമുള്ള എന്നാൽ ക്രിക്കറ്റ് കാരണം ക്ലേശങ്ങൾ ഒരുപാട് അനുഭവിച്ച ഒരാളോട് ചോദിക്കാം. മിസ്റ്റർ ശശി തരൂർ സാർ, നമസ്കാരം. സച്ചിന്റെ ഈ വിഷയം കേട്ടപ്പോഴേ സാറിന് എന്താ തോന്നിയത്? കേട്ടപ്പോ എനിക്ക് നല്ലപോലെ ദേഷ്യം വന്നു. എങ്കിൽ പിന്നെ എയർഫോഴ്സുകാരെ വിളിച്ച് ഒന്ന് ദേഷ്യപ്പെടായിരുന്നില്ലേ സാറേ? ഇതൊരു ഇന്റേണൽ മാറ്ററാണ്. ആ ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ അകത്ത് ചെയ്യുന്ന കാര്യത്തിൽ എനിക്കതിൽ ഒരൊറ്റ കണക്ഷനും ഇല്ല. അല്ല സർ, ക്രിക്കറ്റിനോടുള്ള സ്നേഹം കൊണ്ടെങ്കിലും സാറിന് ഇടപെടാമായിരുന്നു. എനിക്കിതിലൊരു ബന്ധമില്ല. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ നേതാക്കളുടെ പ്രശ്നം. അല്ല, ഇതുകൊണ്ട് ഇപ്പൊ സച്ചിന് വിഷയമൊന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. He will always be our superhero. It happens only in India is happening on Club FM with your RJ Dos Pooja. ഇവിടെയുണ്ട് ടൺ കണക്കിന് ഫൺ. It happens only in India. അങ്ങനെ 160 വർഷത്തെ സേവനത്തിന് ശേഷം നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരുടെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്ന ടെലിഗ്രാം ഇക്കഴിഞ്ഞ ആഴ്ച നമ്മളോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി, അല്ലെ? It happens only in India ആണിത് on Club FM. ടൺ കണക്കിന് ഫൺ. കൂടെ your RJ Pooja. Very good morning. കഴിഞ്ഞ ആഴ്ച നമ്മുടെ മുഖ്യമന്ത്രിക്ക് കിട്ടി ഒരു ഉഗ്രൻ കമ്പിപ്പാര. അറിഞ്ഞായിരുന്നു? അയച്ചത് നാക്കിന് കമ്പിപ്പാരേക്കാളും മൂർച്ചയുള്ള സുധാകരൻ സാറാണ്. ടെലിഗ്രാമിലെ കണ്ടന്റ് ഇപ്പോ എല്ലാരും മുഖ്യനോട് പറയുന്ന അതേ വാചകം തന്നെയാ, മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന്. കിട്ടിയ കമ്പിക്ക് മറുപടിയായി ഒരു കമ്പി കൊടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ടെലിഗ്രാം ഫെസിലിറ്റി ക്ലോസ് ആയി കഴിഞ്ഞിരുന്നു. അല്ല, മുഖ്യന്റെ മറുപടി എന്തായിരിക്കും എന്ന് എനിക്കേതായാലും ഇതുപോലുള്ള വിവാദങ്ങളിലൊന്നും ഞാനൊരു കക്ഷിയാകത്തില്ല. എത്ര വിചാരിച്ചാലും ഞാൻ അതിനെ കുറിച്ച് ഒന്നും പ്രതികരിക്കത്തുമില്ല. ഈ പ്രശ്നത്തിൽ ഞാൻ രാജിവെക്കും എന്ന് ആരും കിനാവ് കാണണ്ട എന്ന്, അല്ലെ? ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. ഇത് ക്ലബ് FM, your favorite FM station with ton കണക്കിന് ഫൺ. It happens only in India. Very, very good sunny morning to you. It happens only in India, happening on Club FM. ടൺ കണക്കിന് ഫൺ. ഇത് ഉങ്കൽ ആർജെ ദോസ് പൂജ with you. അല്ലേലും ഈ ഗൾഫിൽ പോയി തിരിച്ചു വരുന്നവർക്കേ ഭയങ്കര വെയിറ്റ് ആണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. ശരിയല്ലേ? അങ്ങ് ദുബായിൽ ഈ അബ്ദുള്ളയുടെ ഇടങ്കൈയാണ് ഞാൻ. സോറി, ഈ വെയിറ്റിന്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ബോഡി വെയിറ്റേ. നാട്ടിൽ നിന്ന് കഷ്ടി 30-35 കിലോയിൽ ഗൾഫിൽ പോയി അവിടെ ചിക്കനും ബിരിയാണിയും ഒട്ടകത്തിന്റെ പാലും ഒക്കെ കുടിച്ച് തിരിച്ചു വരുന്നത് 80-90 കിലോ മിനിമം ആയിട്ടായിരിക്കും വിത്ത് കുടവയറ്. പക്ഷേ ഇനി ഈ വെയിറ്റ് ഒക്കെ താനെ കുറയും. അതിനുള്ള ഒരു സൂത്രപ്പണി എമിറേറ്റ്സുകാര് കണ്ടുപിടിച്ചിട്ടുണ്ട്. വണ്ണം കുറയ്ക്കൂ, സ്വർണം നേടൂ കോൺടെസ്റ്റ്.
സ്വർണം കിട്ടുന്ന കോൺടെസ്റ്റ് പറഞ്ഞപ്പോഴേ ചേച്ചിമാർക്ക് എക്സൈറ്റ്മെന്റ് ആയല്ലേ? പക്ഷെ സോറി, ഇറ്റ് വിൽ ഹാപ്പൻ ഓൺലി ഇൻ UAE. പക്ഷെ ഹസ്ബൻഡ് ഗൾഫിലുണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കാനുള്ള ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ പറഞ്ഞോളൂ കേട്ടോ. എനിക്ക് പിന്നെ ആഭരണങ്ങളെ പറ്റിയൊന്നും വലിയ പിടിയില്ല. താല്പര്യമില്ലാത്തോണ്ടാ ഈ സ്വർണ്ണമാലകൾ കഴുത്തിൽ ഞാത്തിട്ട് നടക്കുന്നൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. സുഖേട്ടന്റെ നിർബന്ധം കൊണ്ട് അതൊക്കെ ഇടുന്നത് തന്നെ. എന്റെ ആഭരണങ്ങളൊക്കെ പെട്ടിയിൽ വെച്ച് പൂട്ടിയിരിക്കുക. UAE-യിൽ പൊണ്ണത്തടിയുള്ളവർ കൂടുന്നത് തടയാനാണ് ഈ ഒരു സൂത്രപ്പണി അവിടുത്തെ അതോറിറ്റി ഇറക്കിയിരിക്കുന്നത്. കോൺടെസ്റ്റ് പീരീഡ് കഴിയുമ്പോ 5 കിലോയെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വർണ്ണ നാണയം സമ്മാനമായി കിട്ടും. സംഗതി കൊള്ളാല്ലേ? നമ്മുടെ കേരളത്തിലും ഈ കോൺടെസ്റ്റ് തുടങ്ങിയാൽ വിജയിക്കും എന്ന കാര്യം ഉറപ്പാ. കാരണം ഇവിടെയും പൊണ്ണത്തടിയന്മാർക്കും തടിച്ചുകൾക്കും കുറവൊന്നും ഇല്ലല്ലോ. നിങ്ങൾ എന്ത് പറയുന്നു?